അമ്മായിക്ക് അമ്മായിയുടെ ന്യായം, അമ്മയ്ക്ക് അമ്മയുടെ ന്യായം, എനിക്ക് എന്റെ ന്യായം. പക്ഷേ എനിക്കാരോടും പിണക്കൊന്നുമില്ല. വേണ്ട, വെറുതെ എന്തിനാ ദൈവത്തെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത്? ഒരാളുടെ കുറച്ച് സങ്കടം കേട്ടാൽ മതി ദൈവം. എന്റെ സങ്കടം എന്റെ മനസ്സിലിരുന്നോട്ടെ. കൊച്ചമ്മാവൻ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയല്ല, മുരുകൻ ചേട്ടന് വേണ്ടി. മുരുകൻ, വിശാഖ നക്ഷത്രം, ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചേക്കണം. അതെ, ഇടവത്തിലെ വിശാഖം, സാക്ഷാൽ മുരുകന്റെ നക്ഷത്രം തന്നെ. കൊച്ചമ്മാവൻ മുരുകൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. പാവം, സുഖമായിട്ടിരിക്കണം എവിടെയാണെങ്കിലും. രാത്രി ഉറങ്ങിയതേ ഇല്ല കൊച്ചമ്മാവ. എന്തോ മനസ്സിനൊരു വല്ലായ്മ. മുരുകൻ ചേട്ടന് ആപത്തൊന്നും വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല മനുഷ്യരെ ദൈവം എപ്പോഴും കാത്തു രക്ഷിച്ചോളും, അല്ലേ? നന്നായിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി കൊച്ചമ്മാവൻ. എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി കൊച്ചമ്മാവൻ മുരുകൻ ചേട്ടന് വേണ്ടി കൊടുത്തേക്ക്. എനിക്കെന്തിനാ ഇനി പ്രാർത്ഥന? ഇങ്ങോട്ട് വരുമ്പോ കയറിക്കിടക്കാൻ ഒരു ഇടവില്ല എന്ന സങ്കടമായിരുന്നു. ഇപ്പോ അഭയാർത്ഥിയായി കയറി വന്ന വീട് വരെ സ്വന്തമായി കിട്ടി. അതൊക്കെ ദൈവാനുഗ്രഹം. അതിൽ കൂടുതൽ ഇനിയും ചോദിച്ചാൽ ദൈവത്തിന് ചിലപ്പോൾ ദേഷ്യം വരും. ചിലപ്പോ ദേഷ്യം വന്ന് കാണും ഓരോന്നിങ്ങനെ മോഹിച്ചപ്പോ. അതായിരിക്കും എന്നെ ഇപ്പൊ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്. അല്ല, കൊച്ചമ്മാവൻ എന്താ പ്രാർത്ഥിക്കുന്നത്? ഇന്നെന്താ പതിവില്ലാതെ തിങ്കളാഴ്ച? ശനിയാഴ്ചയല്ലേ വരാറുള്ളൂ. വീട്ടില് എന്തെങ്കിലും വിശേഷമുണ്ടോ? വീട്ടിൽ തനിയെ ഇരിക്കുന്നോണ്ട് വന്നതാണെന്നല്ലേ? ആ, അത് നന്നായി. അമ്മയ്ക്ക് മനസ്സിലായില്ല അങ്കിള് ചോദിച്ചത്. നമ്മൾ എന്താ താമസിച്ചത്? കൊറേ നേരെ അങ്കിള് കാത്തിരിക്ക.
അതിന് അങ്കിൾ ഇവിടെ കാത്തിരിക്കാന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ വന്നേനെ, അല്ലേ അമ്മേ? എന്നും ഈ നേരത്താ വരുന്നത് പതിവ്. വാ. അങ്കിൾ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്കങ്ങനെ തോന്നി. എന്തോ എനിക്കങ്ങനെ തോന്നി. 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, അടുത്തല്ലേ സ്കൂള്. അങ്കിള് ഞങ്ങളുടെ വീട്ടിലേക്ക് എന്നാ വരുന്നത്? അമ്മേ, അങ്കിളിനെ വിളിച്ച് നമുക്കൊരു സദ്യ കൊടുക്കണം. എന്നാ അത്? അങ്കിളുടെ ബർത്ത്ഡേ എന്നാ? ഒക്ടോബറിലാ എന്റെ പിറന്നാള്. പക്ഷെ അതിനി ഒരുപാട് ദിവസം ഉണ്ടല്ലോ. അമ്മേ, നമുക്ക് ഓണത്തിന് അങ്കിളിനെ വിളിക്കാം. എന്താ? എന്തിനാ ഓണം വരെ നീട്ടുന്നത്? അങ്കിളിന് എപ്പോ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നൂടെ? എപ്പോ വേണമെങ്കിലും സദ്യ കൊടുക്കാം, അതുപോരെ? ചേട്ടന്റെ സൗകര്യം പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചില്ലെന്നുള്ള പരാതി വേണ്ട. വരുമ്പോ അങ്കിളിന് എന്താ ഞങ്ങള് തരേണ്ടത്? ഞാൻ എന്ത് ഗിഫ്റ്റ് അങ്കിളിന് മേടിച്ചു വെക്കേണ്ടത്? എന്താ അങ്കിളിന് ഏറ്റവും ഇഷ്ടം? കേക്കോ അതോ ചിക്കൻ ഫ്രൈഡ് റൈസോ? മനസ്സിലായില്ലേടി, മാംസാഹാരം കഴിക്കില്ലെന്ന്. അങ്കിളിന് ഈ കുപ്പായ എവിടുന്ന് കിട്ടി? ഇതൊന്ന് മാറ്റിയാൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും, അല്ലേ അമ്മേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മോളെ. അതല്ല, അങ്കിളിന് നല്ല റെഡിമെയ്ഡ് ഷർട്ടാ ചേരുന്നത്. വലിയ കളം ഷർട്ട്. എനിക്ക് തവണ ക്യാഷ് അവാർഡ് കിട്ടുമ്പോ അങ്കിളിന് ഞാനൊരു നല്ല ഷർട്ട് മേടിച്ചു തരും. അപ്പൊ വേണമെന്നൊന്നും പറഞ്ഞേക്കരുത്. മാർക്ക് വട്ടപൂജ്യം കിട്ടുമെന്നല്ല അമ്മ പറഞ്ഞത്. അങ്കിൾ അന്ന് വിളക്കും തിരിയും സമയത്തിന് വാങ്ങിച്ചു തന്നതുകൊണ്ട് എനിക്ക് 90% കിട്ടി. എന്റെ അച്ഛനൊരു ഷർട്ട് മേടിച്ചു കൊടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അതിനു പകരം ഞാൻ അങ്കിളിനൊരു ഷർട്ട് വാങ്ങാം. എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. വാ. ആരോടും പറയാതെ ഇന്നമ്മ പതിവില്ലാതെ കഴിക്കാനിരുന്നു കഴിഞ്ഞു. എന്നാ പിന്നെ ഞങ്ങളെ കൂടെ വിളിക്കായിരുന്നില്ലേ? ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ ഇരുന്ന് കണക്ക് നോക്കുന്നു. അതുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ പോയത്. വന്ന് വന്ന് അമ്മയ്ക്ക് എന്തിനും ഏതിനും സ്വന്തം കാര്യം മാത്രം എന്ന സ്ഥിതിയായി. അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീയും എന്നെ കണ്ടു പഠിച്ച് സ്വന്തം കാര്യം കാണാൻ നോക്ക്. എല്ലാവർക്കും അതാ നല്ലത്. ഞാൻ കണക്ക് നോക്കിയോ കഞ്ഞു കുടിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യും. നീ അതിലിടപെടാൻ വരണ്ട. അതെന്താ ആ പറഞ്ഞതിന്റെ അർത്ഥം? അമ്മയ്ക്കിപ്പോൾ ഏതാണ്ട് കണക്ക് നോക്കാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് അസൂയാണെന്നോ? എനിക്ക് അമ്മയുടെ തോട്ടോ കണക്കോ റബ്ബറോ ഒന്നും വേണ്ട. അതോർത്ത് അമ്മ വിഷമിക്കുകയും വേണ്ട. തോട്ടം ആ തമിഴ്ത്തിയുടെ മഹാമനസ്കത കൊണ്ട് കിട്ടിയതല്ലേ, അല്ലാതെ അമ്മയോ അമ്മയുടെ അച്ഛനോ അധ്വാനിച്ച് സമ്പാദിച്ചൊന്നും അല്ലല്ലോ. ആഹാരം കഴിക്കുമ്പോഴെങ്കിലും അമ്മയ്ക്ക് പഴയതുപോലൊന്ന് പെരുമാറിക്കൂടെ? ഓ, ഇന്നും മത്തിക്കറിയാണോ? ദൈവമേ, മത്തി കൂട്ടി മടുത്തു. മത്തി വേണ്ടാത്തവര് പോയി നെമ്മീനോ ചെമ്മീനോ വാങ്ങിച്ചോണ്ട് വരണം, സ്വന്തം പോക്കറ്റിന്ന് കാശെടുത്ത്. എനിക്കിപ്പം മത്തി വാങ്ങിക്കാനേ കാശുള്ളൂ. അത് വെച്ച് കഴിക്കാൻ പറ്റുന്നില്ലേ? വേണ്ട, കഴിക്കണ്ട. അതല്ലാതെ മത്തിക്ക് പകരം നെമ്മീൻ വാങ്ങിച്ചു മരുമോനെ ഊട്ടിക്കൊഴിപ്പിക്കേണ്ട കാര്യം ഈ കുടുംബത്തിലേതായാലും ഇല്ല. അല്ല, അങ്ങനെ ഊട്ടിക്കൊടുക്കണേ വല്ല ഗുണോ ഇങ്ങോട്ടും വേണമല്ലോ. മരത്തെ പടർന്നു കയറുന്ന വള്ളിയിൽ പൂവും കായും ഉണ്ടായാൽ കൊള്ളാം, പക്ഷെ ഇത്തിൽക്കണ്ണിയായാലോ? ഇത്തിൽക്കണ്ണി കോമളത്തിന് മനസ്സിലായില്ലേ? അമ്മ വീണ്ടും തുടങ്ങിയല്ലോ. ഈ വീട്ടിലാരും മനസമാധാനത്തോടെ ഉറങ്ങരുതെന്ന് അമ്മയ്ക്ക് നിർബന്ധമല്ലേ? സുനിൽ അതിന് എന്തു പറഞ്ഞു? ഇതിന് മാത്രം ഗർജിക്കാൻ. ഇന്നും മത്തിയാണോന്ന് ചോദിച്ചതാണോ കുറ്റം? നെയ്മീൻ വേണോന്ന് ആരും പറഞ്ഞില്ല, പറഞ്ഞോ? അമ്മ അതിനെ കിടന്ന് ചാടുന്ന എന്തിനാ? സുനിലൊന്നും ശ്രദ്ധിക്കണ്ട. ദാ കറി വിളമ്പട്ടെ? വേണ്ട, ഞാൻ നിന്റെ അമ്മയുടെ മുള്ളു വെച്ച വാക്ക് കേട്ടു മടുത്തു.
കോമളം ഒന്ന് രണ്ടും പറഞ്ഞ് അവരെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട. അമ്മ നാവടക്കി സംസാരിക്കണം. നീ എന്താടി എന്റെ നേരെ ചാടുന്നത്? നിന്നോടും കൂടിയാ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ 4 നേരം നെമ്മീനും ചിക്കനും വാങ്ങിക്കാൻ കാശില്ല. ബാക്കിയുള്ളവര് നേരം വെളുക്കുമ്പോ തോട്ടത്തിലോട്ട് ഇറങ്ങിയാലേ രാത്രി വൈകുമ്പോഴാ കയറി വരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുണ്ടാക്കിയ കാശെടുത്താ ഈ വീട്ടിലെ ചെലവിനെടുക്കുന്നത്. അതങ്ങനെ കണ്ടമാനം മീനും കോഴിയും വാങ്ങിച്ച് തീർക്കാനുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞത്. എടി, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. അങ്ങനെ ഭരിക്കാൻ വരണമെന്നുള്ളവര് സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കണം. അതല്ലാതെ എന്നെ ചൂഷണം ചെയ്യരുത്. കല്യാണം കഴിപ്പിച്ചു വിട്ട മുതല് ആരാ ഇവിടെ ചെലവിന് കൊടുക്കുന്നത്? എടി, ഇവന്റെ കയ്യിന്ന് നിനക്കൊരു സാരി വാങ്ങിക്കാനുള്ള പ്രയോജനമുണ്ടോ? ഇപ്പൊ ഇല്ലായിരിക്കും, പക്ഷെ ഒരിക്കലുണ്ടായിരുന്നു. അമ്മ അന്തസ്സില്ലാതെ സംസാരിക്കരുത്. അച്ഛനിതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അച്ഛന് വായി തുറന്ന് 4 അച്ഛന് പറഞ്ഞാൽ എന്താ കുഴപ്പം? നിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാലേ പണ്ട് അടക്കാനാവില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആ ദേഷ്യം കൂടുകയുള്ളൂ, ഒരിക്കലും കുറയുമെന്ന് വിചാരിക്കണ്ട. അച്ഛൻ അമ്മയെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. മടുത്തു. ഇന്ന് സുനിലിന് എന്നെ പറയുന്നു, നാളെ അമ്മ പറയുന്ന അച്ഛനെ ആയിരിക്കും. ചെവിക്ക് നുള്ളിക്കും. അച്ഛൻ ഇവിടെ 4 കാശിന്റെ വിലയില്ലാതെ കാവൽ പട്ടിയെ പോലെ കിടക്കുന്നത് ഞാൻ കാണേണ്ടി വരും. എഴുന്നേറ്റ് പോടി എന്റെ മുമ്പിന്ന്. വന്ന് വന്ന് എന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുക നീ. കോമളം എഴുന്നേൽക്ക. നമുക്ക് കിട്ടാനുള്ള ഭാഗം നിന്റെ അമ്മയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. സുനിലെ, ഇതൊന്നും കേട്ട് സുനില് വിഷമിക്കണ്ട. അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായിപ്പോയി തോട്ടവും കാശും കിട്ടിയപ്പോ. ഇതങ്ങ് മാറും. അവസാനം അമ്മയ്ക്ക് നമ്മളെ കാണും. അതമ്മയ്ക്ക് മനസ്സിലാവും. അച്ഛന് പണ്ടേ അമ്മയെ പേടിയാ. സത്യം പറയാലോ, അച്ഛന്റെ പിടിപ്പുകേടുകൊണ്ടാ അമ്മ ഇങ്ങനെ മൂശേട്ടയായി പോയത്. മതി, നിർത്തടി. ദേ, എച്ചിക്കയ്യാന്നൊന്നും വിചാരിക്കില്ല ഞാൻ. നിന്റെ കരണോടിച്ച് പൊളിക്കും. വേണ്ട വേണ്ട വേണ്ട. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. ഈ സ്ത്രീ ഇത്രയൊക്കെ വാചകം ഒടിച്ചിട്ടും അതിന് ഒരു മറുപടിയും പറയാതെ ഞാൻ ഈ മത്തിക്കറിയും അച്ചാറും ഒക്കെ തൊട്ട് നോക്കി ഇരുന്നാലേ എന്റെ മുമ്പിൽ പോലും എനിക്കൊരു വിലയും കാണത്തില്ല. നിന്റെ അമ്മ പറഞ്ഞ ശരിയാ, എനിക്ക് കാര്യമായിട്ട് യാതൊന്നും നിനക്ക് സമ്പാദിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വീട്ടിലോട്ടാ ചിലവാക്കിയിട്ടുള്ളത്. ഞാൻ വലിയ മിടുക്കനൊന്നും അല്ലായിരിക്കും. എന്ന് വെച്ച് സ്നേഹമില്ലാത്തൊരുത്തനാണെന്നാലും വിചാരിക്കരുത്. തീരെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരുത്തിനുമല്ല. ഈ തോട്ടവും കാശും ഒക്കെ ഉണ്ടായത് എങ്ങനെ? ആര് വിചാരിച്ചിട്ടാ? ഇടി, അതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ കള്ളക്കളികൾ കളിച്ചു, എത്ര പേരുടെ മുമ്പിൽ ചീത്തയായി. അതൊക്കെ കാര്യം കഴിഞ്ഞപ്പോ എല്ലാരും അങ്ങ് മറന്നു. ഞാൻ വെറും കരിവേപ്പല. എനിക്ക് തൃപ്തിയായി. കിട്ടേണ്ടത് കിട്ടി. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് പുരുഷത്വമല്ല. കോമളം, ഞാൻ ഇറങ്ങുക. ഇനി ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്ന പ്രശ്നമില്ല. നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആവാം. ഇനി അതല്ല എൻ്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ വരാം. ഞാൻ ഉണ്ടില്ലെങ്കിലും നിനക്കൊരു ഉരുള ചോറ് ഉറപ്പായിട്ടും തരും. അതേ എനിക്കിപ്പോൾ വാഗ്ദാനം ചെയ്യാൻ കഴിയൂ. അതിനപ്പുറം സുഖസൗകര്യങ്ങളൊന്നും എൻ്റെ ചെറിയ വീട്ടിലില്ല. പക്ഷെ മനസ്സമാധാനം കാണും. അത് മതിയെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം. സുല്ല് നിക്ക്, ഞാൻ പറയട്ടെ. സുല്ല് താമസിക്കുന്ന എവിടെയോ അവിടാണ് എന്റെ വീട്.
ലളിതേ, അയാൾ വലിയ ദേഷ്യത്തിൽ പോവാന്ന് തോന്നേ. പോകണ്ടെന്ന് നീ പറഞ്ഞ അവൻ പോകത്തില്ല. സുനിൽ പോയാൽ നമുക്കാ മോശം. അവൻ ഒരുത്ത മുമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടാ ഭാഗം വെപ്പ് നടന്നതും ഈ സ്വത്ത് നമുക്ക് കിട്ടിയതും. നമുക്കല്ല, എനിക്ക്. അതെ, നിനക്ക് സമ്മതിച്ചു. പക്ഷെ നീ പോയി സുനിലിനോട് പോകണ്ടെന്ന് പറയണം. ഹ, എനിക്കെന്താ, അവൻ പോട്ടെ. പോയാൽ ആർക്കെന്ത് ചെയ്തം? ഇങ്ങനെ മണവും ഗുണവും ഇല്ലാത്ത ഒരുത്തനെ കിട്ടിയിട്ട് നമ്മുടെ മോക്ക് വല്ല പ്രയോജനമുണ്ടോ? അവൻ പോയാ അത്രയും നല്ലതെന്നേ എനിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഒരു കൊച്ചു പോലും ഉണ്ടായിട്ടില്ല. എടി, അത് അവൻ്റെ കുറ്റമാണോ? നീ പോയി സുനിലിനെ സമാധാനിപ്പിക്കേ. സുനിൽ പോയാൽ കോമളം പോകും തീർച്ചയാ. അവളോ? ആ, ഞാൻ പറയുന്ന അനുസരിക്കാതെ അവള് പോവോ? എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ എന്റെ വാക്ക് ധിക്കരിച്ച് അവൾ ഇവിടെ നിന്ന് പോയാ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നേന്ന്. നിക്കേ, നീ എങ്ങോട്ടേ പോകുന്നേ? വിടാൻ. ഞാൻ പറ എടി, നീയും ഇവന്റെ കൂടെ പോവാണോ? അതെ. അമ്മയ്ക്ക് എന്താ ഇതിൽ ഇത്ര സംശയം? അമ്മയുടെ കണ്ണിൽ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയുടെ വേലക്കാരനായിരിക്കും. എന്റെ കണ്ണിൽ അങ്ങനെയല്ല. ഒരു പെണ്ണ് അവളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവാണ് അവൾക്ക് വലുത്. അങ്ങനെ ആയിരിക്കണം. അച്ഛനും അമ്മയ്ക്കും പിന്നെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അങ്ങനെ പോയാ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഇങ്ങനെ ഒരുത്തെ പെട്ടിട്ടില്ലെന്ന് വിചാരിക്കും. അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോകുന്നു. അദ്ദേഹത്തിന് സ്ഥാനമില്ലാത്ത വീട്ടിൽ ഞാൻ തനിച്ചു കഴിയുന്നത് ശരിയല്ലല്ലോ. അമ്മയ്ക്ക് വലുത് അമ്മയുടെ തോട്ടവും പണമല്ലേ? അമ്മ അതും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. ഞങ്ങൾ ഉള്ളതുപോലെ ജീവിച്ചോളാം. അയ്യോ, എടി, കോമളം, എടി, നിക്ക്. മോളെ പോവല്ലേ? എടി, നിക്ക് മോനെ, ഞാൻ മോനെ, പറഞ്ഞത്. ഞാൻ പറയുന്നത് എടി, അവിടെ നിക്ക്. പോവല്ലേ? എടി, എടി, നിക്കടി അവിടെ. ആ, കോമൾ അവിടെ നിൽക്കേ. നിന്നോടാ പറഞ്ഞ നിക്കാൻ. അവൻ പോട്ടെ. ഞാൻ ചത്തു കഴിഞ്ഞാ എന്റെ സ്വത്തല്ല നിനക്കല്ലേ? എടി, ഞാൻ നിനക്ക് വേറെ ഒന്നാം തരം ഭർത്താവിനെ കണ്ടുപിടിച്ചു തരാം. അമ്മ ആദ്യം അമ്മയ്ക്ക് ഒരു ഒന്നാം തരം ഭർത്താവിനെ കണ്ടുപിടിക്കേ. എനിക്കിപ്പോ ഈ രണ്ടാം തരക്കാരൻ മതി. എന്റെ അച്ഛൻ എന്നും അമ്മയുടെ മുന്നിൽ രണ്ടാം തരക്കാരനായിരുന്നല്ലോ. കോമളം, നീ അവിടെ നിൽക്കേ. ഞാൻ പറയുന്നത് കേക്ക്. സുല്ലേ മോനെ. ആ, ലളിത, നീ ഒന്ന്. എന്താ, അവരെ വിളിക്കണോ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ അവള് പോവും. പോവുമെന്ന് എനിക്കറിയാം. സുനിൽ പോയി അവള് പോവും. ദേ, ഇങ്ങോട്ട് നോക്കിയേ. ഒരു കാര്യം ഇന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് അങ്ങനെ ഒരു മോളില്ല, കേട്ടല്ലോ? അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഇല്ല, കാണുന്നില്ല, സംസാരിക്കുന്നില്ല. നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അതിന്റെ കാരണം എന്താണെന്ന് എൻ്റെ മോളിപ്പോ പറഞ്ഞിട്ട് പോയല്ലോ. എന്താ അവള് പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഹ, ലളിതേ, റബ്ബർ, കുരുമുളക്, ഏലം, വെളിച്ചെണ്ണ തുടങ്ങിയവയിൽ ഒന്നാം തരവും രണ്ടാം തരവും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഭർത്താക്കന്മാർക്കിടയിലും ഒന്നാം തരവും രണ്ടാം തരവും ഉണ്ട്. കോമളം പറഞ്ഞിട്ട് പോയതാ. കുറച്ചു കാലം ഭാര്യ വീട്ടിൽ താമസിച്ചെങ്കിലും അവളുടെ ഭർത്താവായ സുനിൽ ഒന്നാം തരം. നിന്റെ ഭർത്താവായ രവീന്ദ്രൻ എന്ന ഈ ഞാൻ രണ്ടാം തരം.